ശിരൂരിൽ ദൗത്യം തുടരുകയാണ്. കണ്ടെത്തിയ ലോറിയുടെ ഭാഗങ്ങൾ അർജുന്റെ ലോറിയുടേതല്ല എന്നുടമ മനാഫ് സ്ഥിരീകരിക്കുകയാണ്. അർജുന്റെ ലോറിയുടെ ഡിസ്കും ആക്സിൽ ഭാഗവും കറുത്ത കളറിലുള്ളതാണ്. കണ്ടെത്തിയത് പഴയ ലോറിയുടെ ഭാഗമാണെന്നും ഉടമ മനാഫ് പറയുന്നു. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന തുടരും. നദിക്കടിയിൽ മുങ്ങി പരിശോധന നടത്തുന്നുണ്ട് ഈശ്വർ മാൽപേയും സംഘവും. അരുൺ പൂപ്പറമ്പയും അലക്സ് റാം മുഹമ്മദും ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. 2 ടയറുകളാണ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. പക്ഷേ അത് അർജുന്റെ ലോറിയുടേതല്ല എന്ന് മനാഫ് സ്ഥിരീകരിക്കുകയാണ്. അതോടെ ആ പ്രതീക്ഷ ഇല്ലാതാകുന്നു. ഇരുമ്പ് വടം ഉപയോഗിച്ച് ടയറുകൾ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈശ്വർ മാൽപേ പറഞ്ഞ സ്ഥലത്ത് ഒരു ട്രക്കിന്റെ ഭാഗം കൂടി തലകീഴായി കിടപ്പുണ്ട്. അതെന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കൂടി വരേണ്ടതുണ്ട്. 15 അടി താഴ്ചയിൽ പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ 2 ടയറുകൾ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരു പഴയ ലോറിയുടേതാണ്. ഈ അർജുൻ ഓടിച്ച വാഹനം അത് പുതിയ വണ്ടിയാണ്. കറുത്ത കളറിലുള്ളതാണ് ആ ഭാഗം. ഇതൊക്കെ മനാഫ് സ്ഥിരീകരിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ ഇല്ലാതാവുന്നു എങ്കിലും തെരച്ചിൽ തുടരുന്നുണ്ട് പ്രതീക്ഷയോടുകൂടി തന്നെ. പുതിയ വിവരങ്ങൾ എന്താണ് അരുൺ പൂപ്പറമ്പ? റിജിത്തെ, അതിൽ ആദ്യഘട്ടം അത് നിരാശ നൽകുന്നതാണ്. കാരണം നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അത് അർജുന്റെ ലോറിയുടെ ഭാഗമാണ് എന്ന പ്രതീക്ഷയിലായിരുന്നു നമ്മൾ കാത്തിരുന്നത്. അതിന് ഈ ഡ്രഡ്ജറിലുണ്ടായിരുന്ന ഈ ക്രെയിനിലെ ഇരുമ്പ് പടം ഉപയോഗിച്ച് അതിൻ്റെ 2 ടയറുകൾ പുറത്തെടുത്തു. അത് 2 ടയറുകളും അർജുന്റെ ലോറിയുടേതല്ല എന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടെ ആ ഒരു പ്രതീക്ഷ അവസാനിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ രണ്ടാമത്തെ ഇടത്തേക്ക്, അതായത് നിലവിൽ നേരത്തെ ലോറിയുടെ ഭാഗം കണ്ടെത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അല്പം താഴോട്ട്, ഒരു 20-30 മീറ്റർ താഴോട്ട് ഉള്ള ഒരു ഇടത്താണ് ഇപ്പോൾ നിലവിൽ രണ്ടാമത്തെ നമുക്ക് ലോറി എന്ന് നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല, ഒരു വാഹനത്തിൻ്റെ ഭാഗം കണ്ടെത്തി എന്ന് പറയുന്ന ആ ഭാഗത്താണ് ഇപ്പോൾ നിലവിലിപ്പോൾ ഈ ഡ്രഡ്ജർ ഉള്ളത്. അവിടെ തന്നെ നമുക്ക് ഈശ്വർ മാൽപയുടെയും കൂടി ദൃശ്യങ്ങൾ കാണാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ നിലവിൽ ഈശ്വർ മാൽപെ പുഴക്കടിത്തട്ടിൽ കണ്ടെത്തിയിട്ടുള്ള ആ വാഹനത്തിൻ്റെ ഭാഗം അതിലിപ്പോൾ ഈ ഡ്രഡ്ജറിൽ ഉള്ള ഈ നിലവിൽ ഈ ക്രെയിനിൻ്റെ ഇരുമ്പ് പടം ഘടിപ്പിക്കും. അതിനുശേഷം അതുകൂടി ആ വാഹനത്തിൻ്റെ ഭാഗം കൂടി ഉയർത്തി നിൽക്കും. അത് അർജുൻ്റെ ലോറിയാണോ എന്ന കാര്യത്തിൽ അല്പനിമിഷത്തിനകം തന്നെ അതിലും ഒരു വ്യക്തത ഉണ്ടാകും. പക്ഷേ അതിൽ സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് നേരത്തെ തന്നെ ഈശ്വർ മാൽപെ പറഞ്ഞത്. അത് അല്പം കൂടി ചെറിയ വാഹനത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ സ്റ്റിയറിംഗ് ഉൾപ്പെടെ, ക്ലച്ച് ഉൾപ്പെടെ അതൊരു വലിയ ലോറിയുടേതാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന സൂചനകൾ ഇതിനകം തന്നെ ഈശ്വർ മാൽപെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ സാധ്യത വളരെ കുറവാണ്. എന്തായാലും അതിലൊരു സ്ഥിരീകരണം അല്പനിമിഷത്തിനകം തന്നെ ഉണ്ടാകും. എന്തായാലും നേരത്തെ കണ്ടെത്തിയിട്ടുള്ള, അതായത് ഈശ്വർ മാൽപെ പുഴക്കടിത്തട്ടിൽ എത്തി പരിശോധിച്ച് കണ്ടെത്തിയിട്ടുള്ള ലോറിയുടെ ഭാഗം എന്തായാലും അർജുൻ്റേതല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് നമുക്ക് ഏറെ നിരാശ നൽകുന്നതാണ്. 2 ടയറുകളും തങ്ങളുടെ ലോറിയുടേതല്ല എന്ന് മനാഫ് കൺഫേം ചെയ്തതോടെ അത് ഈ കാത്തിരിക്കുന്ന, അതായത് ശുഭകരമായിട്ടുള്ള വാർത്ത പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന അർജുൻ്റെ കുടുംബമുണ്ട്. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പ്രതീക്ഷയുമായിരിക്കുന്നവർക്കെല്ലാം വലിയ നിരാശയാണ് ഉണ്ടായത്. അത് അവിടെ, അതായത് ഈ ഡ്രഡ്ജറിൽ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർക്കും MLA, SP ഉൾപ്പെടെയുള്ളവർക്കും ആ നിരാശ ഉണ്ടായിരുന്നു. അവരും അത്തരത്തിലൊരു പ്രതീക്ഷയിലായിരുന്നു. വളരെ പെട്ടെന്നുള്ള നടപടിയായിരുന്നു. അത്തരത്തിൽ ഈശ്വർ മാൽപെ ഇങ്ങനെ വാഹനത്തിൻ്റെ ഭാഗം, ലോറിയുടെ ഭാഗം കണ്ടെത്തി എന്ന് പറഞ്ഞ ഉടൻ തന്നെ SP ഉൾപ്പെടെ ഇവിടെ എത്തി അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചു. ഡ്രഡ്ജറിലുള്ള ക്രെയിൻ ഉപയോഗിച്ച് തന്നെ ഉയർത്താനുള്ള നടപടികൾ പെട്ടെന്ന് അവർ ഒരു ബോട്ടിൽ അങ്ങോട്ട് നീങ്ങുന്നതും അതെല്ലാം നമ്മൾ കണ്ടതാണ്. വളരെ പ്രതീക്ഷയോടെയാണ് അവർ ഉൾപ്പെടെ കാത്തിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷ ഒടുവിൽ അത് നിരാശയായി മാറുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഇടത്താണ് നിലവിൽ ഇപ്പോൾ ഡ്രഡ്ജർ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈശ്വർ മാൽപെ ഇപ്പോൾ അവിടെ ആ പുഴക്കടിത്തട്ടിലേക്ക് മുങ്ങിയിട്ടുണ്ട്. അത് ഹുക്ക് ചെയ്യുന്ന നടപടിയിൽ, അതായത് ഈ രണ്ടാമത് വാഹനത്തിൻ്റെ ഭാഗം കണ്ടെത്തിയിട്ടുള്ള ആ പുഴക്കടിത്തട്ടിലേക്ക് ഇപ്പോൾ ഈശ്വർ മാൽപെ മുങ്ങാങ്കുഴി ഇട്ടിരിക്കുകയാണ്. അവിടെ ആ ഇരുമ്പ് പടം ഹുക്ക് ചെയ്യും. അതിനുശേഷം അത് ഉയർത്തിയാൽ അതേത് വാഹനമാണ് എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ ഒരു വ്യക്തത വരികയും ചെയ്യും. എന്തായാലും നമ്മൾ വളരെ പ്രതീക്ഷിച്ചിരുന്ന ഈ 60 ദിവസം പിന്നിടുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അർജുൻ്റെ ലോറി കണ്ടെത്താൻ സാധിക്കുമെന്ന വലിയ ഒരു ആത്മവിശ്വാസം നമുക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നു. അതിന് കാരണം നമുക്ക് വലിയ ശുഭസൂചനകളായിട്ടുള്ള ചില വിവരങ്ങളാണ് ഈശ്വർ മാൽപയുടെ തെരച്ചിലിനൊടുവിൽ ലഭിച്ചത്. പക്ഷേ അതൊടുവിൽ ടയറുകൾ ഉയർത്തിയപ്പോൾ അത് ആ ലോറിയുടേതല്ല എന്ന് സ്ഥിരീകരിച്ചതോടെ അത് തികച്ചും നിരാശയായി, ഈ ദൗത്യത്തിൽ തികച്ചും നിരാശയായി മാറുകയും ചെയ്തു. എന്തായാലും രണ്ടാമത്തെ വാഹനത്തിൻ്റെ ഭാഗം കണ്ടെത്തിയിട്ടുള്ള ഇടത്തിപ്പോൾ ഇരുമ്പ് പടം ഘടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് അരികിൽ ഒരു SDRFൻ്റെ ബോട്ട് ഉൾപ്പെടെയുണ്ട്. ഈശ്വർ മാൽപെ അവിടെ
മുങ്ങിയിട്ടുണ്ട്. മുങ്ങാങ്കുഴിയിട്ട് അത് ഘടിപ്പിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരു അപ്ഡേഷൻ കൂടി നമുക്ക് അല്പസമയത്തിനകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത് ഏത് വാഹനമാണ് എന്ന കാര്യത്തിൽ. ഏതായാലും ഇപ്പോൾ അതായത് ഈ മണിക്കൂറുകളിൽ നമ്മളെ പ്രതീക്ഷ ഇപ്പോൾ നിരാശയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പക്ഷേ ദൗത്യം അവസാനിപ്പിച്ചിട്ട് ഈ ദൗത്യം തുടരുകയാണ്. ജില്ലാ പോലീസ് മേധാവിയും കാർവാർ MLA ഉൾപ്പെടെ അതിന് നേതൃത്വം നൽകുന്നുണ്ട്. അവരും വളരെ പ്രതീക്ഷയോടെ തന്നെ അതിനെ കാണുകയാണ്. പക്ഷേ നിലവിൽ ഉണ്ടായിട്ടുള്ള റിസൾട്ട് നമുക്ക് നിരാശ നൽകുന്നത് തന്നെയാണ്. ഗംഗാവലി പുഴയിൽ അടിത്തട്ടിൽ നമ്മൾ തേടുന്ന ഉത്തരത്തിന് ഇനിയും കാത്തിരിക്കണം എന്ന് പറയുന്നത് അത് വേദനിപ്പിക്കുന്നതാണ്, അത് നിരാശാജനകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്കറിയാം, അർജുൻ്റെ സഹോദരി ഉൾപ്പെടെ ഇന്ന് ഇവിടെ എത്തുകയും അവർ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ വളരെ പ്രതീക്ഷ രാവിലെ പ്രകടിപ്പിച്ചു. അതിനുശേഷം വളരെ പെട്ടെന്നാണ് ഉച്ചയോടെ ഈശ്വർ മാൽപേ നടത്തിയ തെരച്ചിലിനൊടുവിൽ വളരെ ശുഭകരമായിട്ടുള്ള വാർത്ത വന്നത്. അപ്പോൾ നമ്മൾ അവരുടെ പ്രതികരണം, അവർ ആ ലോറി കണ്ടെത്താനാകുമെന്ന വലിയ ആത്മവിശ്വാസം, പ്രതീക്ഷ അർജുൻ്റെ കുടുംബത്തിനും അർജുൻ്റെ സഹോദരി ഉൾപ്പെടെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ മണിക്കൂറുകൾക്കിപ്പുറം ഈ ക്രെയിൻ ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുള്ള ടയറുകൾ, അത് നേരത്തെ തന്നെ ഈശ്വർ മാൽപേ പറഞ്ഞിട്ടുള്ളത്, പുഴക്കടിത്തട്ടിൽ 2 ടയറുകൾ അത് തലകീഴായി ഒരു വാഹനം നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഈശ്വർ മാൽപേ പകർത്തുകയും അത് പുറത്തുവിടുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലുള്ള റിസൾട്ട് അതിനുണ്ടായില്ല എന്നത് വ്യക്തമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടാമത്തെ ഇടത്തിലേക്ക്, അതായത് നിലവിൽ ഈശ്വർ മാൽപേ ആദ്യ ലോറിയുടെ ഭാഗം പുഴക്കടിത്തട്ടിൽ കണ്ടെത്തിയ ഇടത്തു നിന്നും ഏകദേശം ഒരു 30 മീറ്റർ അകലെയുള്ള രണ്ടാമത്തെ ഇടത്തിലേക്ക് ഇപ്പോൾ ദൗത്യം നീണ്ടിട്ടുണ്ട്. അവിടെ ഈ ക്രെയിനിലെ ഇരുമ്പ് വടം ഹുക്ക് ചെയ്തിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ ഇത് ഉയർത്താൻ സാധിക്കും. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 2 ടയറുകളിൽ ആക്സിൽ അടക്കം ഇപ്പോൾ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അർജുൻ്റെ ലോറിയുടേതല്ല, അർജുൻ ഓടിച്ച ലോറിയുടേതല്ല എന്ന് ലോറിയുടെ ഉടമ മനാഫ് സ്ഥിരീകരിക്കുന്നതോടുകൂടി ആ പ്രതീക്ഷ മങ്ങുകയാണ്. എങ്കിലും പ്രതീക്ഷയോടുകൂടി സ്പോട്ട് 2വിലേക്ക് തിരച്ചിൽ നീങ്ങുകയാണ്. അവിടെ ഈശ്വർ മാൽപേ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് പോയി ആ കണ്ടെത്തിയ ട്രക്കിൻ്റെ ഭാഗത്ത് ഹൂക്ക് ഘടിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ മറ്റൊരു ഉത്തരം കൂടി നമുക്ക് കിട്ടും. ഇപ്പോൾ സംശയിക്കുന്ന ആ ട്രക്കോ വാഹനമോ എന്താണെങ്കിലും അത് അർജുൻ്റെ ലോറിയുടെ ഭാഗങ്ങളാണോ എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ സ്ഥിരീകരണം വരും. അലക്സ് റാം മുഹമ്മദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും.